ഹലോ ഹായ് കുടുംബങ്ങളെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. വേഗം ചാണകം കൊടുത്തിട്ട് വന്ന് മുറ്റൊടിച്ച് ഇതൊക്കെ മെഴുകി ചാണകം മെഴുകി നിറയെ ഫ്ലവേഴ്സ് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് പൂക്കളമിട്ടതിന് ശേഷം ഫിഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മത്തിയും ആവോലിയും വാങ്ങിച്ചു. നല്ല ഫ്രഷ് മീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പൂക്കളമൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റാക്കിയപ്പോൾ എല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പറിച്ച പൂക്കളാണ് കേട്ടോ. നീലപ്പൂവ്, ചെമ്പരത്തി, കാശിത്തുമ്പ, പിന്നെന്താ മഞ്ഞരളി, അങ്ങനെ കുറേ ഫ്ലവേഴ്സ്, പിന്നെ പവിഴമല്ലി, അങ്ങനെ കുറേ ഫ്ലവേഴ്സ് കിട്ടി നാട്ടിൽ തന്നെ. അടുത്തത് പിന്നെ അമ്മ പുഴയ്ക്കൽ മുത്തൻ്റെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ വട്ടമ്പടം പുഴയ്ക്കൽ മുത്തൻ പള്ളിയിലേക്ക് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പൊതുവേ പറയും ഞങ്ങൾ പുഴയ്ക്കൽ മുത്തൻ്റെ അവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും ശരി ഇന്ന് നമുക്ക് പുഴയ്ക്കൽ മുത്തൻ്റെ അവിടെ ഒന്ന് പോവാം, ഞങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫാമിലിയോടെ പുഴയ്ക്കൽ മുത്തൻ്റെ അവിടെ പോയി. അപ്പോൾ സൂപ്പറാണ് കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ. അതായത് ക്ലൈമറ്റ് പറഞ്ഞാൽ മൊത്തം ഗ്രീനിഷാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല ഗ്രീനിഷാണ്. പിന്നെ മയിലുകളുണ്ട് പോണ വഴിക്ക്, പാടങ്ങളുണ്ട്, അവിടെ ഒരു എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് തന്നെ അവിടെ വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി നമ്മൾ എന്തായാലും അവിടെ പോകുമ്പോൾ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും, അതേപോലെ ചന്ദനത്തിരി കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും അവിടെ ഒരു എന്തെങ്കിലും ആളുള്ള പോലത്തെ ഒരു പ്രസൻസാണ് കേട്ടോ. അവിടെ ഉസ്താദോ ഇല്ലെങ്കിൽ പൂജാരിയോ അങ്ങനെ പറഞ്ഞ പോലെ ആരുമില്ല. നമ്മൾ ഹിന്ദുസൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ജാതി മത വ്യത്യാസമില്ലാണ്ട് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പുഴയ്ക്കൽ മുത്തനെ. അപ്പോൾ എന്റെയാണത് പുഴയ്ക്കൽ ചെയ്തവലി തങ്ങളോ അങ്ങനെ എന്തോ പറയും, പക്ഷേ ഞങ്ങളെല്ലാവരും പറയുന്നത് പുഴയ്ക്കൽ മുത്തെന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ തെങ്ങും തൊടിയിൽ കുറച്ച് പേര് തേങ്ങ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ പോണ ഓട്ടോയാണ് വരുന്നത്. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ പൂ 2 ദിവസമായിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. കരച്ചിൽ മാത്രം കേൾക്കുന്നുണ്ട്. ആൾ ഇതാ പുഴയ്ക്കൽ മുത്തൻ്റെ അവിടുത്തെ തെങ്ങും തൊടി കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ പേരുണ്ട്, ഫുൾ പേരെന്ന് പറയാൻ പറ്റില്ല, ഫുൾ പീലിയായിട്ട് വേറൊരു മയിൽ. അപ്പോൾ നോക്കണം മയിലിൻ്റെ കൂട്ടം തന്നെ ഉണ്ട് അവിടെ. കാരണം ഈ തെങ്ങും തൊടിയല്ലേ നിഴലുള്ള പ്രദേശങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയി. ഏട്ടയും എൻ്റെ അമ്മയും ഏട്ടയുടെ അമ്മയും അണ്ണുകുട്ടിയും ആദ്യമോളും ഒക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചി തിരുപ്പൂരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിൻ്റെ ഫ്രണ്ട്സും ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ശരി എന്നപ്പോൾ ഞങ്ങളും വരുന്നുണ്ട് പള്ളി കാണാനെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ അലക്ഷ്യമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ക്യാമറയൊന്നും പ്രോപ്പറല്ല. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ കവുങ്ങുംതൊടിയാണ് അവിടെ ഉള്ളത്, കവുങ്ങുംതൊടി. അപ്പോൾ നിറയെ കവുങ്ങുകളും തെങ്ങുകളും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വഴി കൂടെ നടന്നു പോയിരുന്നു. എന്നിട്ട് നേരെ പള്ളി എത്താറായി. അപ്പോൾ പള്ളിക്ക് ഇങ്ങനെ പോയി വെറുതെ ഞാനിങ്ങനെ അലക്ഷ്യമായിട്ട് വെറുതെ വീഡിയോ പച്ചപ്പ് തേങ്ങ ഒക്കെ. അപ്പോൾ ഞാൻ എന്നെ അറിയില്ല വീഡിയോ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ കറപ്രവോന്ന് എടുത്തു. അപ്പോൾ പോയത് അവിടെ ഈ കുറ്റം ആദ്യമായിട്ട് പിന്നെ രൂപപ്പെട്ടതാണ്. അവിടെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. നേരത്തെ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പള്ളീൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വേറെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കോയമ്പത്തൂരിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അച്ഛ അവിടെ ചെരുപ്പ് അഴിച്ചിട്ട് പതുക്കെ പള്ളിയിലേക്ക് കയറാൻ പോകണം. ഇതാണ് നമ്മുടെ പുഴയ്ക്കൽ പള്ളി. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാവരും ആയിട്ടൊക്കെ പതുക്കെ നടന്നു വരുന്നത്. നല്ല സീനറി അല്ലേ കാണാൻ. നല്ല തെങ്ങുംതൊടിൻ്റെയും കവുങ്ങുംതൊടിൻ്റെയും ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റും അന്തരീക്ഷം ഇഷ്ടമാണ്. ഇവിടെ നമ്മൾക്ക് മൈൻഡിന് എന്ത് സ്ട്രെയിനും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നാൽ അതൊക്കെ മാറി. അപ്പോൾ പിള്ളേരൊക്കെ വന്നു. അവിടെ നമ്മൾ ചന്ദനത്തിരിയാണ് അവിടെ കത്തിക്കാറ് എപ്പോഴും. ഏട്ടയും വന്നു, ഏട്ട ഹായ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കിണറാണ് ഭയങ്കര കുളിങ്ങാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും വറ്റാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, എന്താണ് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കിണറിൽ. അപ്പോൾ ഞങ്ങൾ വെള്ളം കൊണ്ട് ചേച്ചി ഫ്രണ്ട്സിനൊക്കെ കാലിൽ കൊടുത്ത് തലയിലൊക്കെ തെളിച്ച് ശുദ്ധമായി. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് അത് കഴിയില്ല, ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ജാറൊന്നും അത് തന്നെ ഞങ്ങൾ ജാറൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ ചന്ദനത്തിരി കൊളുത്തിയിട്ട് ഞങ്ങൾ പ്രെയർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ. പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ ഉള്ള ഇവിടുത്തെ ഐതിഹ്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് അങ്ങനെയാണ്, മുത്തനുണ്ട്, മുത്തനെ കണ്ടവരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ സുലുമയും ജാറത്തിൻ്റെ ഫ്രണ്ടിൽ
ഇത് കത്തിക്കേണ്ട. അണ്ണൂസ് ജാറത്തിൽ ചന്ദനത്തിരി കാട്ടിയിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ജാറം ഫുള്ളായിട്ട് വെക്കില്ല, എടുക്കാൻ പറ്റില്ല എന്നുണ്ട്. സൈഡ് പുഴയാണ് കേട്ടോ, അതാണ് പുഴയ്ക്കൽ പള്ളി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും ഒരു ജസ്റ്റ് പാറക്കല്ലും ഇതൊക്കെ ഉണ്ട്. അത് തനിയെ രൂപപ്പെട്ടാണ്. അപ്പോൾ ചേച്ചി നല്ല ഹാപ്പിയിൽ റീൽസൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് നമ്മൾക്ക് ജാറത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുന്നത് പൂമണ്ണാണ് കേട്ടോ. പിന്നെ അവിടെ പള്ളിക്ക് വരുന്നവർ പാലിക്കേണ്ട റെസ്ട്രിക്ഷനും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിനെയും ഫ്രണ്ട്സിനെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ചേച്ചി പോയി കേട്ടോ, അന്ന് തന്നെ പോയി ഇരുന്നില്ല, ചേച്ചി പോയി. ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുടുംബത്തോടെ സെൽഫി എടുത്തു ഗേസ്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നു. ചേച്ചി പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു കുളം കണ്ടു കേട്ടോ. ഞാൻ ഇതുവരെ കുളം കണ്ടിട്ടില്ല. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു എനിക്ക് കുളം ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇപ്പോൾ കുളത്തേക്ക് പോയി കുളത്തിൽ തനിയെ പോകണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ദേവി ചേച്ചീൻ്റെ കൂടെ വരും, വാഷ് ചെയ്യാൻ വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇപ്പോൾ പോയിട്ട് കണ്ടാൽ മതി, ഒറ്റയ്ക്കൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടെന്ന് കേട്ടോ. അപ്പോൾ പോയപ്പോഴുണ്ട് ഫുൾ വെള്ളം കേട്ടോ ഗൈസ്, ഇറങ്ങാനും കൂടെ പറ്റിയില്ല. ഫുൾ നോക്കുമ്പോൾ വെള്ളത്താമരകൾ, വയലറ്റ് താമര ഉണ്ടാവും എന്ന് വിചാരിച്ച്, റോസ് താമര ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പോയ ഞാൻ കണ്ടത് ഫുൾ വെള്ളത്താമര. അപ്പം നമ്മൾ ഏട്ടൻ ഇവിടെ നല്ല പാട്ടൊക്കെ പാടി, പൂവേ നല്ല പൂവേ വെള്ളത്താമര പൂവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പാട്ട് പാടിയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ താമരയുടെ ഭംഗി. പക്ഷേ ഇറങ്ങിയിട്ട് പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അകലെയാണ്. നമ്മൾ തോട്ടിയെടുത്ത് പറിക്കാൻ പോയാലും കിട്ടില്ല. പിന്നെ പോയി പെട്ട് വല്ലതും ആയി കെട്ടേണ്ടവരുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ സ്കൂളിലേക്കാണ് കേട്ടോ, ഞങ്ങളുടെ ചെറിയ സ്കൂള്. അപ്പോൾ അവിടെ മോൾക്ക് അവാർഡ് കൊടുക്കണം, അതായത് MLA SLC +2 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിച്ചവർക്കും ഫുൾ വിജയ ശതമാനം കൈവരിച്ചവർക്കും പ്രൈസ് കൊടുക്കുന്നതാണ്, മൊമെൻ്റ് കൊടുക്കുന്ന ഫംഗ്ഷനായിരുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് നിവേദിക്ക് മൊമെൻ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിശ പദ്ധതി വിഷയം സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സലീം ആണ്. പിന്നെ നമ്മുടെ മുന്നേ പ്രസംഗം ഹിന്ദി സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം സ്പീച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സലീം സൂപ്പറായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ MLA കാരൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ വെറുതെ മലർ കൊടുത്ത് അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ ചായയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റിന് കുടിക്കാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചോറ് ചായ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, നേരത്തെ കഴിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് ന്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ വിജയം നേടിയ യോഗ്യന്മാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റേഴ്സിനെ കണ്ടിട്ട് ഞാൻ കുറച്ച് നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 2 സിസ്റ്ററിനൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. പിന്നെ അങ്ങനെ മോൾക്ക് മൊമെൻ്റോയും വാങ്ങി ഞങ്ങൾ തിരിച്ചു കേട്ടോ.